ഇന്ന് നമുക്ക് പപ്പായ പൂവ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. പപ്പായ പൂവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പറിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ പൂക്കൾ മാത്രം പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ചെടുത്ത പൂക്കൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് പപ്പായ പൂവിൻ്റെ തണ്ടാണ്. ഇത് കളയുകയാണ് വേണ്ടത്. പപ്പായ പൂവ് ഉണ്ടാക്കുമ്പോൾ 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കളയുന്നതാണ് നല്ലത്. അപ്പോൾ കയ്പ്പ് ഉണ്ടാവില്ല. എങ്ങനെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് എന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 2-3 ഗ്ലാസ് വെള്ളം വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പൂക്കൾ അതിലിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് പൂക്കൾ അതിൽ ഇടേണ്ടത്. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കയ്പ്പ് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഈ പൂക്കൾ വെന്ത് കിട്ടണം. പപ്പായപ്പൂവിൻ്റെ ഗുണങ്ങൾ കുറച്ചൊന്നുമല്ല. അതിൻ്റെ തളിരിലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയുമല്ലോ. ഇങ്ങനെ വെന്ത പൂക്കൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 നുള്ളു കടുകും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഓരോന്നായി എടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 3-4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പകുതി സവാള മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരുവിധം വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാൻ എടുത്തത്. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പപ്പായപ്പൂവ് തിളപ്പിച്ചെടുത്ത ശേഷം 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുക്കണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ച പൂക്കളിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പകുതി പുളിനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്ത് അതിലേക്ക് 1 നുള്ള് പഞ്ചസാര ഇട്ട് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.